ദേ പിന്നെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരു പുതിയ വീഡിയോ ആയിട്ട്. അപ്പം ഇന്ന് എൻ്റെ അടുക്കളയിലത്തെ താരം പുട്ടാണ്. അപ്പോൾ പുട്ടിലേക്ക് വേണ്ട പപ്പടം ആദ്യം തന്നെ ഞാൻ കാച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കടലേനെ ഇന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് വിഷമിപ്പിച്ച്. പുട്ടിന് ഞാനിന്ന് ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇന്നലെ കൊള്ളി പുഴുങ്ങിയതിൽ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ അതും ചെറിയൊരു ഉപ്പേരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പുട്ട് പപ്പടം കൊള്ളിയൊക്കെ കൂട്ടി കഴിക്കാൻ. അത് കാരണം അതും ഒരു ഉപ്പേരിയാക്കി. പിന്നെ ഞങ്ങളുടെ അവിടെ ഉണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ ഇത്. 5-8 വർഷം കാത്തിരുന്നിട്ടാണ് കേട്ടോ ഉണ്ടായത്. വീട് പണി തുടങ്ങണ സമയത്ത് ചേട്ടൻ കൊണ്ട് നട്ടതാണ് കേട്ടോ അത്. ഈ കൊറോണ സമയത്തായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ. ഇപ്പോഴാണ് കേട്ടോ അതുമ്മ കായ ഉണ്ടായത്. 2-3 ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ 2 ചീഞ്ഞു പോയി, ബാക്കി ഒരെണ്ണം ശരിയായിട്ട് കിട്ടിയിട്ടാ. അങ്ങനെ പിന്നെ മക്കൾക്ക് വേഗം പുട്ടൊക്കെ പകർത്തി കൊടുത്ത് അവരെ കഴിക്കാനായിട്ട് ഇരുത്തിയിട്ട് ഇപ്പോഴന്നെ കുറച്ച് നേരം വൈകി. പിന്നെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ട് വെറുതെ ഒന്ന് സബോള വാട്ടി റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ മുട്ട പുഴുങ്ങാനായിട്ട് ഞാൻ അരിയിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പം അതൊരു 5 മിനിറ്റ് കൊണ്ട് വേഗം പുഴുങ്ങി കിട്ടുമല്ലോ. അതങ്ങനെ പിന്നെ കറിയാക്കി എടുത്തുട്ടോ. അപ്പം പിന്നെ മക്കളെ പോയി നോക്കിയപ്പോൾ അവരിപ്പോഴും ടി വിയുടെ മുന്നിൽ തന്നെയാണ് കേട്ടോ ഇരിക്കണേ. ഭക്ഷണം തൊട്ടിട്ടേ ഇല്ല. അപ്പം ഞാൻ പിന്നെ വേഗം കഴിക്കാനായിട്ട് പറയാണ് കേട്ടോ. അവർ ഭക്ഷണം കഴിച്ച് വരുമ്പോഴത്തേനും പിന്നെ ഞാൻ ലഞ്ചൊക്കെ പാക്ക് ചെയ്യാൻ നിന്ന്. മുട്ടക്കറിയും പിന്നെ കുറച്ച് ചെറുപയർ കറിയും പപ്പടം കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം പിന്നെ കാലത്ത് തന്നെ മക്കൾ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും പിന്നെ അവർ യാത്രയായി മോളുടെ മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ട് അങ്ങനെ അവർ സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടാ. അപ്പം എൻ്റെ ചെറിയൊരു വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം.